സോ എൻവയൺമെൻ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. എൻവയൺമെൻറ്റ് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ എന്തൊക്കെയെന്നാണ്. വാട്ടറിൻ്റെ ടെസ്റ്റിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ ഫിസിക്കൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ടർബിഡിറ്റി നോക്കണം, അതിൻ്റെ കളർ നോക്കണം, മീൻസ് അതിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ, ടോട്ടലി ഡിസോൾവ് ആയിട്ടുള്ള സോൾട്ടിൻ്റെ അളവ്. കെമിക്കലാണെങ്കിൽ അതിൻ്റെ pH, ഹാർഡ്നെസ്. pH നോക്കുമ്പോൾ ഒരു 6.5 to 8.5 കാണാറ്. ദെൻ ബയോളജിക്കലാണെങ്കിൽ ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. Then moving to the rainwater harvesting. എന്താണ് rainwater harvesting? Is a process of collecting, storing and distributing of water. Okay, and then rather than letting run off, വെറുതെ പാഴായി പോകുന്നതിന് പകരം നമ്മളതിന് സ്റ്റോർ ചെയ്ത് കളക്ട് ചെയ്ത് എല്ലായിടത്തും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലിവിങ് കണ്ടീഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവൈസ് ചെയ്യാനും നമ്മുടെ വാട്ടർ ബില്ലൊക്കെ ഒന്ന് നമ്മൾ കുറച്ച് കിട്ടും, ഇലക്ട്രിസിറ്റി ബില്ല് അപ്പോൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ കമ്പോണൻസ് നോക്കാം. ആദ്യത്തെയാണ് കാച്ച്മെൻറ്റ് ഏരിയ, ഒന്നാമത്തെയാണ് കാച്ച്മെൻറ്റ് ഏരിയ, രണ്ടാമത്തെയാണ് ട്രാൻസ്പോർട്ടേഷൻ, മൂന്നാമത്തെയാണ് ഫസ്റ്റ് ഫ്ലഷ്, നാലാമത്തെയാണ് ഫിൽട്രേഷൻ സിസ്റ്റം, അഞ്ചാമത്തെയാണ് സ്റ്റോറേജ് സിസ്റ്റം, പിന്നെ നമ്മൾ എല്ലായിടത്തോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. കാച്ച്മെൻറ്റ് ഏരിയ എന്ന് വെച്ചാൽ എവിടെയാണോ വാട്ടറിന് വന്ന് വീഴുന്നത് ആ ഒരു ഏരിയയാണ് നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ് ഈ മഴയെല്ലാം വന്ന് വീഴുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സ്റ്റോറേജ് ഏരിയയിലോട്ട്, എവിടെയാണോ വെള്ളത്തിന് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആ സ്റ്റോറേജ് ഏരിയയിലോട്ട് കൊണ്ടുപോകുന്ന അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓഫ് കോഴ്സ് ഇപ്പോൾ മൂന്നാമത്തെയാണ് ഫസ്റ്റ് ഫ്ലഷ്, അതായത് ഡെബ്രിസിനെ എല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് ഫസ്റ്റ് ഫ്ലഷ് എന്ന് പറയുന്നത്, ഫ്ലഷിങ് ഓഫ് ദ ഡെബ്രിസ്. അടുത്തയാണ് ഫിൽട്രേഷൻ സിസ്റ്റം. ദിസ് ഈസ് യൂസ് ടു ഡിക്രീസ് ദ ടർബിഡിറ്റി കുറയ്ക്കുക ചെയ്യുന്നത്. അടുത്തയാണ് സ്റ്റോറേജ് സിസ്റ്റം. ഇത് ടാങ്ക് ആയിരിക്കും, അതായത് നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നും ട്രാൻസ്പോർട്ടേഷൻ നടത്തി ഫസ്റ്റ് ഫ്ലഷും ഫിൽട്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് സ്റ്റോറേജ്. ഇവിടെയാണ് നമ്മുടെ ടാങ്ക് വരുന്നത്, വേർ ദ വാട്ടർ ഗെറ്റ്സ് സ്റ്റോർഡ്. ഇനി ഈ സ്റ്റോറേജ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും ബാക്കിയുള്ള ഏരിയയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. എന്തിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പേർപ്പസിന്, കന്നുകാലികൾക്ക് ഫുഡിന് കൊടുക്കാം, അങ്ങനെയല്ല, മീൻസ് നല്ല വെള്ളമാണ് കേട്ടോ അത്. മെയിനായിട്ട് നമുക്ക് ഇറിഗേഷൻ ഉപയോഗിക്കാം, വെള്ളമൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കാം, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെടി നനയ്ക്കാം, വെള്ളം മീൻസ് അത്ര അഴുക്ക് വെള്ളമൊന്നുമല്ലല്ലോ. സോ വാഷ്റൂമിൽ നമുക്ക് പോർ ചെയ്യാൻ ഇറ്റ് ഇസ് എൻ ഇന്ത്യൻ ക്ലോസെറ്റ്. ഓക്കെ, ഇനി വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഏരിയ ഓഫ് ലാൻഡ് വെർ ഓൾ ദ ഡ്രെയിൻസ് ഇൻ ടു എ സ്പെസിഫിക് ലാൻഡ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലേക്കിലോട്ട് എല്ലാം കൂടി വന്ന് ഡ്രെയിൻ ചെയ്ത് പോകുന്നതിനാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് അത് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്ലിമെൻറ്റിംഗ് ദ ലാൻഡ് യൂസ് പ്രാക്ടീസസ് ടു ഇംപ്രൂവൈസ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ആൻഡ് ദ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം. ടൈപ്പ് പറയുന്നുണ്ട്, മാക്രോ, പിന്നെ സബ്, മിലി, മൈക്രോ, മിനി എന്നൊക്കെയുണ്ട്. സോ കാറ്റഗറൈസ് ബൈ ദ ലാൻഡ് യൂസ് സച്ച് എസ് അഗ്രികൾച്ചറൽ, urban or forested. വാട്ടർഷെഡ് പ്രാക്ടീസിനകത്ത് സോയിൽ ഓർ വാട്ടർ കൺസർവേഷൻ ഉണ്ട്, അഗ്രികൾച്ചറൽ പ്രാക്ടീസ് മാക്സിമം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് അഫോറസ്റ്റേഷൻ, ദെൻ കൗണ്ടർ ബട്ട്സ്, ഗല്ലി കൺട്രോള്, സ്റ്റോൺ ബെഡ്സ് ആൻഡ് ചെക്ക് ഡാംസ്. ഇനി എന്താണ് എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ? ഇറ്റ്സ് എ കൺട്രോൾ ഓഫ് ദ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ഡിസീസ്. എന്തൊക്കെ ഫാക്ടേഴ്സാണോ നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത് ആ അസുഖം ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ. സോ ഇനി നമുക്ക് നോക്കാം റിസോഴ്സസ്. ശരിക്കും റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസും ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സിനകത്ത് രണ്ടെണ്ണമാണ് പറയുന്നത്, റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും. ഓക്കെ, റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കത് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ എൻഡില്ല നമുക്ക്. ഇപ്പോൾ ഒരു സൺലൈറ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റിസോഴ്സാണ്, അതൊരിക്കലും അങ്ങനെ തീർന്നു പോകാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റൂല. ആൻഡ് സസ്റ്റൈനബിൾ നേച്ചർ, എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്, ആൻഡ്
എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫോറസ്റ്റ്, വിൻഡ് ഒക്കെയാണ്, കാറ്റൊക്കെയാണ്. വേറെസ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വെച്ചാൽ വൺസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർന്ന് പോകും. എൻവയറമെൻ്റൽ ഫ്രണ്ട്ലി കമ്പാരിറ്റീവ്ലി അത്ര അല്ല, ഹൈ കോസ്റ്റാണ്. കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്യൂം ചെയ്തതാണ്. ഓക്കെ. ദെൻ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് പെട്രോളിയം. കോമൺ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സിനകത്ത് വരുന്നതാണ് ലാൻഡ്, വാട്ടർ, സോയില്, പിന്നെ നമ്മുടെ ഫോറസ്റ്റ്, മിനറൽസ്, ഫുഡ് എല്ലാം. ഇനി ഫോറസ്റ്റിൻ്റെ ഒരു ഉപയോഗം എന്താണ്? ഈ ഫോറസ്റ്റ് കൊണ്ട് ഉപയോഗം നമുക്കത് പ്രൊട്ടക്ഷൻ ചെയ്യും, കുറേ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സോയിൽ ഇറോഷൻ പ്രിവെൻഷൻ ചെയ്യുന്നുണ്ട്, ഹൈജീൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഈ ക്ലൈമ്പിംഗ് ഒക്കെ ചെയ്യാൻ പോകില്ലേ, അത്. സോ ഫസ്റ്റാണ് പ്രൊഡക്ടിവിറ്റി, അത് നമുക്ക് മാക്സിമം ഫ്രൂട്ട്സ് തരും. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എൻവയറമെൻ്റൽ പൊല്യൂഷനിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ, നല്ലൊരു ഹൈജീൻ തരും, പൊല്യൂഷനൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ സോയിൽ എറോഷനിൽ നിന്ന്. എസ്തെറ്റിക് എന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് തരുന്നത്. റിക്രിയേഷൻ എന്ന് വെച്ചാൽ ട്രക്കിംഗ് ഒക്കെ ചെയ്യാം, നമ്മൾ പറഞ്ഞു. സയൻറ്റിഫിക് എന്ന് പറയുന്നത് എക്കോളജിയെക്കുറിച്ചുള്ള പഠനം. ദെൻ ഹൈജീൻ എന്ന് പറയുന്ന പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യും. എബിലിയോറേറ്റീവ് എന്ന് വെച്ചാൽ ക്ലൈമറ്റ് നല്ല കൂടുതലാണ് ആൻഡ് ഇൻഡസ്ട്രിയലാണ്. ഓക്കെ. ദെൻ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഗ്ലോബൽ ക്ലൈമറ്റിനെ ടെമ്പറേച്ചറിനെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ ഓഫ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കുറിച്ച്, ഗ്ലോബൽ വാർമിംഗ് കുറച്ച് കിട്ടും. ഓക്സിജൻ്റെ അളവ്, ഓക്സിജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. ദെൻ സോയിലുള്ള മണ്ണിലുള്ള ഫെർട്ടിലിറ്റി കൂട്ടി തരുന്നുണ്ട്. വാട്ടറിൻ്റെ ഫ്ലോ നന്നാക്കും, ഹാബിറ്റാറ്റ് കൂട്ടും ആൻഡ് നോയ്സ് എല്ലാം അബ്സോർവ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് ഈ ഡിഫോറസ്റ്റേഷൻ? പ്ലാന്റ്സിനെ എല്ലാം കട്ട് ഡൗൺ ചെയ്യുന്നതിനെ നമ്മൾ ഡീഫോറസ്റ്റേഷൻ വിളിക്കുന്നത്. ഇതിൻ്റെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ആവശ്യത്തിനായിരിക്കും, ഇൻഡസ്ട്രിയലൈസേഷൻ ആവാം, അർബനൈസേഷൻ ആവാം, ലോഗിങ് ആവാം, മൈനിങ് ആവാം. ഓക്കെ. ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ആനിമൽസിൻ്റെ ഹാബിറ്റായിട്ട് പോകും. പ്ലാന്റ്സിനാണെങ്കിലും ഒരു പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, അങ്ങനെ എല്ലാ ലെവലിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോയിൽ ഇറോഷൻ കൂടുതൽ വരാം, ഫ്ലഡ് ഉണ്ടാവാം, ക്ലൈമറ്റ് ഉണ്ടാവാം. ഓക്കെ. ഇനിയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് കുറേ റെഗുലേഷൻസ് കൊണ്ടുവരിക. അതായത് അകത്തുള്ള ചെടികൾ ഒക്കെ അത് കറക്റ്റായിട്ട് നമ്മുടെ ട്രൈബൽ പീപ്പിളിന്, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഒരു ലൈഫ് എക്സിസ്റ്റൻസിന് വേണ്ടി ഒന്ന് ഉപയോഗിക്കാം. അല്ലാത്തടത്തോളം നമ്മുടെ ഒരു അർബനൈസേഷന് വേണ്ടി വി ഷുഡ് നെവർ യൂസ് ഇറ്റ്. ദെൻ റീഫോറസ്റ്റേഷൻ. ഇപ്പം നമ്മളൊരു ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്ന പോലെയാവും. നമ്മൾ ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു സ്ഥലം വേണം, പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം വേണം. കീപ്പ് ഓൺ. ഒരു മനുഷ്യൻ ഏറ്റവും എക്സിസ്റ്റൻസിനുള്ളൊരു കാര്യത്തിലുപരി എക്സ്പ്ലോയിറ്റേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അതൊന്ന് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ. ദെൻ ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് പോളിസീസ് കൊണ്ടുവരണം. ബാക്കിയുള്ള ആളുകളുടെ കൺവീനിയൻസിനുള്ള കാര്യങ്ങളായിരിക്കണം. ആൻഡ് കൺസെപ്ഷണൽ ബിഹേവിയറിലൊരു ചേഞ്ച് കൊണ്ടുവരുത്തണം. The next is the water resources, rain, surface and grounds. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച്. ഇത് ശരിക്കും 3 ഫോമിലാണ് ഉള്ളത്. അപ്പം റെയിൻ ഉണ്ട്, സർഫസ് ഉണ്ട്, ഗ്രൗണ്ട് പറഞ്ഞു. ദെൻ 3 ഫോമിലുള്ളത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ദെൻ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് കൺസെപ്റ്റീവ് യൂസും ഉണ്ട്, നോൺ കൺസെപ്റ്റീവും ഉണ്ട്. എന്താണ് വാട്ടറിന് ഒരു കൺസെപ്റ്റീവ് യൂസ്? നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പേർപ്പസിന് ഉപയോഗിക്കാം, ഇറിഗേഷൻ ഉപയോഗിക്കാം, ഇൻഡസ്ട്രിയൽ പേർപ്പസിന് ഉപയോഗിക്കാം. ഇനി നോൺ കൺസെപ്റ്റീവ് എന്ന് പറയുന്നത് നാവിഗേഷനൊക്കെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നത് ഈ പറയുന്ന വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടിയല്ലേ. നമ്മൾ കൺസ്യൂം ചെയ്യുന്നൊന്നും ഇല്ലല്ലോ, ഇല്ല. പ്രോബ്ലംസ് വരാൻ പോകുന്നത് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാം, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാം, ഫ്ലഡ് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുക എന്നതാണ്. അടുത്തയാണ് മിനറൽ റിസോഴ്സസ്. നമ്മൾ പറഞ്ഞു ഫോറസ്റ്റ് റിസോഴ്സസ്, അടുത്തയാണ് വാട്ടർ റിസോഴ്സസ്. മൂന്നാമത് പറയുന്നതാണ് മിനറൽ റിസോഴ്സസ്. മിനറൽ റിസോഴ്സസ് തന്നെ മെറ്റാലിക്കും ഉണ്ട്, നോൺ മെറ്റാലിക്കും ഉണ്ട്. ദെൻ ഫെറസ് ആയിട്ടുള്ള മെറ്റാലിക് മിനറൽസും ഉണ്ട്, നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റാലിക് മിനറൽസും ഉണ്ട്. ഇതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് കോപ്പർ, അലൂമിനിയം, ഫ്ലൂറിൻ, സോഡിയം, ഇതെല്ലാമാണ്. ദെൻ മൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ മെറ്റൽസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു എക്സ്പ്ലോയിറ്റേഷൻ്റെ കോൺസിക്വൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവാം, ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവാം, ആൻഡ് ഈവൻ നാച്ചുറൽ ഹസാർഡ്സ് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു യൂസ് അവിടെ ഉണ്ടാവണം, റീസൈക്ലിംഗ് ചെയ്യണം, ആൻഡ് മോഡേണൈസേഷൻ.
ഇത്രയാണ് എന്താണ് നമ്മുടെ ഫോറസ്റ്റ് റിസോഴ്സ് ആണെങ്കിൽ വാട്ടർ റിസോഴ്സ് ആണെങ്കിൽ മിനറൽ റിസോഴ്സിനകത്ത് വരുന്നത്. അടുത്തയാണ് ഫുഡ് റിസോഴ്സ്. ഫുഡാണല്ലോ മെയിൻ. നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സസ് അവൈലബിൾ ഫോർ നമ്മുടെ ഹ്യൂമൻസ് ആണെങ്കിൽ ആനിമൽസ് ആണെങ്കിൽ അതിൻ്റെ സർവൈവലിനും ഗ്രോത്തിനും വേണ്ടി ഫുഡ് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇത് തന്നെ ടൈപ്പ് ഉണ്ട്. പ്ലാന്റ് ബേസ്ഡ് റിസോഴ്സസ് ഉണ്ട്, ആനിമൽ ബേസ്ഡ് റിസോഴ്സസ് ഉണ്ട്, പിന്നെ വേറെയും ടൈപ്പ് ഉണ്ട്. പ്ലാന്റ് ബേസ്ഡ് റിസോഴ്സിനകത്ത് വരുന്നതാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, ഗ്രെയിൻസ് ഒക്കെ ആണെങ്കിൽ. ദെൻ ആനിമൽ ബേസ്ഡ് റിസോഴ്സസിനകത്ത് വരുന്നതാണ് അക്വാട്ടിക് ലൈഫ്, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് അതേഴ്സിനകത്താണ് പറഞ്ഞത്, അതേഴ്സിനകത്താണ്. ഇനി വേൾഡ് ഹെൽത്ത് പ്രോബ്ലംസിനകത്ത് വരുന്നതാണ് പ്രോട്ടീൻ, എനർജി, മാൽന്യൂട്രീഷൻ, then degradation of agricultural land, population growth, poor ആയിട്ടുള്ള agricultural growth ഒക്കെ. ദെൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഫോർ സ്മോൾ ഫാമേഴ്സ്. സ്മോൾ ആയിട്ടുള്ള ഫാമേഴ്സിനെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഓർഗാനിക് ആയിട്ടുള്ള ഫാമിംഗ് കൊണ്ടുവരിക, കൂടുതൽ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുക, അതായത് ഡീഫോറസ്റ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, കൂടുതൽ റീഫോറസ്റ്റേഷൻ കൊണ്ടുവരിക, പ്ലാന്റ്സ് നന്നായിട്ട് നട്ട് പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് കായ്കൾ ഉണ്ടാക്കി ഭക്ഷിക്കുക, പിന്നെ പോപ്പുലേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതാകുമ്പോഴത്തേക്ക് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചാണ് ഫുഡിൻ്റെ നീഡ് കൂടുകയും വീണ്ടും വീണ്ടും നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി എനർജി റിസോഴ്സസ്, ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. റിന്യൂവബിൾ ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്. ഹൈഡ്രോ പവർ, വിൻഡ് പവർ, സോളാർ പവർ, നാച്ചുറൽ റിസോഴ്സസ് ഓഫ് എനർജി, ഇതെല്ലാമാണ് റിന്യൂവബിളിനകത്ത് വരുന്നെങ്കിൽ. നോൺ റിന്യൂവബിളിനകത്ത് നാച്ചുറൽ റിസോഴ്സസ് വിച്ച് കനോട്ട് ബി റീപ്ലേസ്ഡ്, എക്സാമ്പിൾ ഫോസിൽ ഫ്യൂവൽസ്. റിന്യൂവബിൾ എന്ന് പറയുന്നത് ക്യാൻ ബി റീപ്ലേസ്ഡ്, ദർ ഇസ് ലോട്ട്സ് ഓഫ് എനർജി, ബയോമാസ്, ജിയോ തെർമൽ ഒക്കെയാണ് റിന്യൂവബിളിനകത്ത് വരുന്നത്. ശരിക്കും റിന്യൂവബിൾ റിസോഴ്സസ് വിൻഡൊക്കെ ആണെങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും വിൻഡ് കിട്ടിക്കൊണ്ടേ ഇരിക്കുക. റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് വിൻഡ്. അതുകൊണ്ട് തന്നെ എനർജി റിസോഴ്സിനകത്ത് നമുക്ക് ഹൈഡ്രോ പവറും ഈ വിൻഡ് മില്ലും ഒക്കെ പറയാം. കാരണം നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ വൺസ് നമ്മൾ ഫോസിൽ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർന്നു, ഫ്യൂവൽ തീർന്നു, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ്, എയർ പൊല്യൂഷന്, വാട്ടർ പൊല്യൂഷന്, പിന്നെ അക്വാട്ടിക് ലൈഫിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. ദെൻ കംസ് ദ ലാൻഡ് റിസോഴ്സസ്, ദ സർഫസ് ഓഫ് ദ ഏരിയ ഓഫ് വാട്ടർ, സോയിൽ, വാട്ടർ, മിനറൽസ്. ഈ റിസോഴ്സസ് എല്ലാം ഹ്യൂമൻ സർവൈവലിന് അത്യന്താപേക്ഷിതമാണ്. ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് അവിടെ എമൗണ്ട് കുറയ്ക്കുന്നുണ്ട്. ലാൻഡ് യൂസിനകത്ത് വരുന്നതാണ് ഹൗസിങ്, മൈനിങ്, ഇൻഡസ്ട്രി, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ. ഓക്കെ. ദെൻ ലാൻഡ് ഡിഗ്രഡേഷനകത്ത് ഡീഫോറസ്റ്റേഷൻ, ക്ലൈമറ്റിൻ്റെ ചേഞ്ച്, അർബനൈസേഷൻ ആൻഡ് ഇംപ്രോപ്പർ ആയിട്ടുള്ള ലാൻഡ് യൂസ്. സോയിൽ ഇറോഷൻ വരുന്നുണ്ട്, ഇംപ്രോപ്പർ ആയിട്ടുള്ള സോയില്, പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ, കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാവുന്നതേ ഉള്ളൂ. ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ. ദെൻ ബയോഡൈവേഴ്സിറ്റി സ്പിയേഴ്സിനകത്ത് വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഫാമിംഗ് ഫെസിലിറ്റീസ്. മാക്സിമം ഫാമിംഗ് ഫെസിലിറ്റീസ് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ. ആൻഡ് നമുക്കൊരു 2 minutes ബ്രേക്ക് എടുത്തിട്ട് വീൽ സീൻ കുറച്ചുകൂടി നമുക്കൊന്ന് സ്പേസ് മാറ്റി നോക്കാം അല്ലേ.